ഡൽഹി ആര് ഭരിക്കും? 7 എക്സിറ്റ് പോളുകൾ പറയുന്നു ഡൽഹി ഭരിക്കുക BJP ആയിരിക്കും. 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ചുകൊണ്ട് BJP താമര വിരിയിക്കും ഡൽഹിയിൽ. 8 എക്സിറ്റ് പോളുകളായി മാറുകയാണ്. 8. അപ്പോൾ ഒടുവിൽ DB റിസർച്ച് കൂടി വന്നിരിക്കുന്നു. BJP 36 മുതൽ 44, ആം ആദ്മി പാർട്ടി 26 മുതൽ 34 എന്ന പ്രവചനമാണ് വരുന്നത്. അപ്പോൾ 8 എക്സിറ്റ് പോളുകളും BJP. DB റിസർച്ച് കുറച്ചുകൂടി ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്നുണ്ട്. ഇതിൽ വോട്ട് ഷെയർ പല എക്സിറ്റ് പോൾ ഏജൻസികളും പറയുന്നത് പ്രതീക്ഷ 45-46% വോട്ടുകൾ അവിടെ BJPക്ക് കിട്ടും. 42% വോട്ടുകൾ വരെ ആം ആദ്മി പാർട്ടിക്കാണ്. അപ്പോഴും ഇപ്പോൾ BJP ഭൂരിപക്ഷം നേടും എന്ന് പ്രവചിച്ച മാട്രിക്സ് പറയുന്നത് വനിതാ വോട്ടുകളിൽ 48% വരെ ആം ആദ്മി പാർട്ടിക്കാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 54%, കഴിഞ്ഞ 2 തവണയും 54% വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കായിരുന്നു. ആ 54 വലിയ ഡിക്ലൈൻ ഉണ്ടാവുന്നില്ല. 48% കഴിഞ്ഞ തവണ. അതെ, അതിൽ നിന്ന് BJPക്ക് ഇൻക്രീസ് ഉണ്ടാവാമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഇത് എക്സിറ്റ് പോളുകളാണ്. എക്സാറ്റ് പോൾ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഫലം 8-ാം തീയതി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എക്സിറ്റ് പോളുകളെ 100% ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. അവിടെ കോൺഗ്രസ് കഴിഞ്ഞ തവണ 4.26% വോട്ട് ഷെയർ. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാജി, എന്തെങ്കിലും ഒരു മാസ്മരികത അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമോ? 9% വരെ വോട്ട് വർധന, 9% എത്താമെന്ന് എക്സിറ്റ് പോൾ ഏജൻസികൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരിച്ച് മത്സരിച്ചപ്പോൾ പോലും 20% വോട്ടിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു സോളിഡ് വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. അത് വിശേഷിച്ച് ന്യൂനപക്ഷ വോട്ടുകളാണ്. അതൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ആം ആദ്മി പാർട്ടിയിലേക്ക്, ഇതൊരു ഇരുദ്രുവ മത്സരമാകുമ്പോൾ BJPയെ നേരിടാൻ ബെറ്റർ ഫോഴ്സ് എന്നുള്ള നിലയിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് കോൺഗ്രസിന്റെ ബേസ് വോട്ടുകൾ അടക്കം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ ഏരിയകളിൽ 6-7 സീറ്റുകളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏരിയകളിൽ അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. പല രീതിയിലും കെജ്രിവാൾ സർക്കാരിനെ സംബന്ധിച്ചോളം പല വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അവസാനം ജനം ഒരു എന്താ പറയാ BJP അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജിക് വോട്ട്, സ്ട്രാറ്റജിക് വോട്ടിംഗ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉടനീളം കണ്ടതാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ. അത് തന്നെ ഇവിടെയും സംഭവിക്കാം. കോൺഗ്രസ് ഒരു വോട്ട് കട്ടറായി എമർജ് ചെയ്താൽ അതൊരു 10% വോട്ട് കോൺഗ്രസ് പിടിക്കുകയാണെങ്കിലാണ് അവിടെ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യം തന്നെ ആകെ ആടിയുലയും ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കോൺഗ്രസ് ഒരു കാരണമാവുകയാണെങ്കിൽ കോൺഗ്രസിന് എത്ര വോട്ട് ഷെയർ എന്നുള്ളത് നമുക്ക് ശനിയാഴ്ച മാത്രമേ കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിന് ഡൽഹിയിൽ കാര്യമായ സാധ്യതകളില്ല എന്ന് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാവിയിലേക്കുള്ള ക്ലെയിം സംബന്ധിച്ചൊക്കെ വലിയ ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉയരാം. കാരണം ഒരു സഖ്യം അത് തുലയ്ക്കണമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ വന്നിരിക്കുന്നത് 8 എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. അവിടെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നല്ല മെജോറിറ്റിയാണ് BJPക്ക് കൽപ്പിക്കപ്പെടുന്നത്. ഇനിയും കുറച്ചുകൂടി ആധികാരികമായ, നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി ആധികാരികമായ ഫലങ്ങളൊക്കെ തന്നെ സൂചകങ്ങളായി വരാനിരിക്കുന്നുണ്ട്. പൊതുവെയുള്ള ഇതുവരെ വന്ന വിലയിരുത്തലുകൾ മനസ്സിലാക്കുമ്പോൾ അല്ല, പ്രതീക്ഷയിൽ നമ്മൾ നേരത്തെ മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഹരിയാനയും പറയുമ്പോൾ രണ്ടിടത്തും വ്യത്യസ്തമായ സാഹചര്യമാണ് ഡൽഹിയിലുള്ളത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കൃത്യമായ ജാതി രാഷ്ട്രീയം വർക്ക് ചെയ്തതാണ് BJPക്ക് അനുകൂലമാകുന്നത്. ഹരിയാനയിൽ ജാട്ട് ഇതര വോട്ടുകളെ ഏകീകരിക്കാനും മഹാരാഷ്ട്രയിൽ മറാഠ ഇതര വോട്ടുകളെ ഏകീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ ജയം. ഇവിടെ വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് ഡൽഹിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തിലൊരു ജാതി എന്നുള്ള തരത്തിലേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 60% അണ്ടർ ക്ലാസ്സാണ്. മാത്രമല്ല ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണ്. അവിടെ നിങ്ങൾക്ക് ഈ തരത്തിൽ ഒരു മാനേജിങ് നടത്താൻ BJPക്ക് വലിയ പാടാണ്. അതുകൊണ്ടാണ് ഇവർ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. ഇവരെ കൃത്യമായ സമയങ്ങളിൽ മന്ത്രിമാരെ ജയിലിലിടുന്നു. അപ്പോൾ അഴിമതി വിരുദ്ധ പാർട്ടി എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ മുഖം പ്രതിച്ഛായ അത് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ കടമ. അതവർ കൃത്യമായി നിർവഹിച്ചു. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഞാൻ വാഗണാറിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, എനിക്ക് ഡൽഹിയിൽ പോലീസ് എസ്കോർട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഒടുവിലാകുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ വില കൂടിയ കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതൊരു ഭാഗത്തുണ്ട്. അദ്ദേഹം ഒരു വലിയ വീട് വെച്ചു, അതും സത്യമാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം വന്നു. അതിൽ പണം ഈ പറഞ്ഞ പോലെ മദ്യനയം മാറ്റി എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്വകാര്യ മദ്യ കച്ചവടക്കാർ ഡൽഹി അടക്കി വാണിരുന്നു. ഇതെല്ലാം സത്യം തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ അഴിമതി ആരോപണം വരുമ്പോൾ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ളൊരു മൂവ്മെൻറ്റുമായി വന്ന അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ അഴിമതിയിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. മാത്രമല്ല
ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ജയിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം മറുഭാഗത്ത് നിൽക്കുന്ന സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസിൻ്റെത്, മാത്രമല്ല പർവേഷ് വർമ്മയാണ്. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. മറ്റൊരു പർവേഷ് ശർമ്മ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. സന്ദീപ് ദീക്ഷിത് ആം ആദ്മി പാർട്ടിക്ക് 46 മുതൽ 52 വരെ സീറ്റ് പ്രവചിക്കുന്നുണ്ട്. ഏക ഒരു സർവേ മാത്രം എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ വരുന്നത്. 18 മുതൽ 23 വരെയാണ് BJPക്ക് അവർ പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 0 മുതൽ ആം ആദ്മി പാർട്ടിക്ക് ആദ്യത്തെ അർജുൻ പീതാംബരൻ കൂടിയുണ്ട് നമ്മുടെ. അർജുൻ, നമ്മളിതുവരെ ഫോളോ ചെയ്തിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ ഒന്നൊഴികെ എല്ലാം BJPക്ക് അനുകൂലമാണ്. പക്ഷേ ഇവിടെ വസന്ത് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 60% ലോവർ മിഡിൽ ക്ലാസ്സോ പാവങ്ങളോ താമസിക്കുന്ന ഒരു പട്ടണമാണ് ഡൽഹി. ഒരു കോസ്മോപൊളിറ്റൻ പട്ടണത്തിന്റെ ഈ ധാരാളിത്തം മാത്രമല്ല ഉള്ളത്. ഈ ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന നഗരമേ അല്ല ഡൽഹി എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രോ പുവർ ഡെലിവറൻസ് കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു വലിയ ഒരു ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് BJPക്ക് അനായാസമാണോ കാര്യങ്ങൾ? എക്സിറ്റ് പോൾ എന്തൊക്കെ പറഞ്ഞാൽ? അഭിലാഷ്, BJPക്ക് കാര്യങ്ങൾ ഇത്രത്തോളം അനായാസമല്ല. ഇത് എക്സിറ്റ് പോളുകൾ മാത്രമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം. കാരണം കഴിഞ്ഞ ഒരു 3 ആഴ്ച കാലമായി നമ്മളിവിടെയുള്ള ഈ മധ്യവർഗത്തിനിടയിലേക്കും അതിനപ്പുറത്തേക്ക് ഈ താഴെത്തട്ടിലുള്ളവർക്ക് ചേരികളിലേക്ക് അടക്കം ഇറങ്ങിച്ചെന്ന് അവിടെയുള്ളവരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ്. അവിടെ നിന്നും വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. അത് BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലൊരു കുത്തൊഴുക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും, BJPയിലേക്ക് പോകുമെന്നുള്ള കാര്യം എന്തായാലും ഇനിയും കരുതാൻ സാധിക്കില്ല. കാരണം നോക്കൂ, 54% കഴിഞ്ഞ 2020 ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്ന വോട്ട് ശതമാനം. അതിൽ നിന്നും 10% താഴ്ന്ന് ഇത്രത്തോളം 42ലേക്ക് കൂപ്പുകുത്തുമെന്ന് പറയുന്നു. 45 BJPക്ക് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അപ്പോഴും ഈ ആം ആദ്മി പാർട്ടിയുടെ ബേസ്, അടിത്തറ അത് ഇളകിയിട്ടില്ല. വനിതകൾ, മുസ്ലിം വോട്ട് ബാങ്ക്, ഒപ്പം തന്നെ താഴെത്തട്ടിലുള്ള ആളുകളെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ ഈ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളാണ്. ശരിയാണ്, ന്യൂഡൽഹി മണ്ഡലം, കൽക്കാജി മണ്ഡലങ്ങളിലടക്കം ഇന്ന് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് കുറവാണ്. അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക അവിടെ ആം ആദ്മി പാർട്ടിക്കുണ്ട്. പക്ഷേ നിൽക്കുന്നത്, അവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ് ന്യൂഡൽഹിയിൽ. ഒപ്പം തന്നെ കൽക്കാജിയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷിയുണ്ട്. 2020 10 സീറ്റുകളും ആം ആദ്മി പാർട്ടി ജയിച്ച ഒരു ജില്ലയാണ് ഈ ന്യൂഡൽഹി എന്ന് പറയുന്ന ജില്ല. അവിടെ കാര്യങ്ങൾക്ക് നയിക്കാൻ, നേതൃത്വം നൽകാൻ അരവിന്ദ് കെജ്രിവാൾ നേരിട്ടിറങ്ങി. ഒപ്പം തന്നെ പഞ്ചാബിൽ നിന്നുള്ള നേതാക്കൾ, ഡൽഹിയിലെ ആകെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ചിറങ്ങിയതെല്ലാം തന്നെ കഴിഞ്ഞ ഒരു 3 ആഴ്ച കാലങ്ങളിൽ കണ്ടിരുന്നു. BJPക്ക് മുന്നോട്ട് വയ്ക്കാൻ ഈ ആം ആദ്മി പാർട്ടിയുടെ അഴിമതി ആരോപണങ്ങൾ, ഒപ്പം വാഗ്ദാനങ്ങൾ. പിന്നെ കഴിഞ്ഞ 2-3 ദിവസം മുൻപ്, അതായത് ഫെബ്രുവരി 1 കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 ലക്ഷമായി ആദായ നികുതി കൂട്ടിക്കൊണ്ടുള്ള ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനം, അത് എത്രത്തോളം ഈ സാലറിഡ് ക്ലാസിനെ സ്വാധീനിക്കും ഈ ചെറിയൊരു കാലയളവിൽ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു എക്സിറ്റ് പോൾ തന്നെയാണ്. 8 എക്സിറ്റ് പോളുകളും BJPക്ക് അനുകൂലമായുള്ള കണക്കുകൾ പ്രഖ്യാപിക്കുമ്പോഴും അവിടെ ഒരു ക്ലീൻ സ്വീപ്പാണ് അവർ പറയുന്നത്. അതായത് ആം ആദ്മി പാർട്ടിക്ക് ഒരു തരത്തിലും BJPയുമായി ചേർന്ന് നിൽക്കാനാകില്ല എന്ന് പറയുന്ന ഒരു ക്ലീൻ സ്വീപ്പ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഒരു എക്സിറ്റ് പോൾ മാത്രം ആം ആദ്മി പാർട്ടി തുണയ്ക്കുന്നു. ഇനിയും ഈ സി വോട്ടർ, ആക്സിസ് മൈ ഇന്ത്യ പോലുള്ള കാര്യങ്ങൾ വരാനുണ്ട്. പക്ഷേ അപ്പോൾ ഒരു അണ്ടർ കറണ്ട് എന്ന ഏജൻസിയുടെ പോളാണ് 46 മുതൽ 52 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ഭരണം നിലനിർത്തുമെന്ന് പറയുന്നത്. വി പ്രിസൈഡ് മാത്രമാണ് ഇതുവരെ ആം ആദ്മി പാർട്ടി ജയിക്കും എന്ന് പറയുന്നത്.